ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പൊട്ടാറ്റോ ഗാർലിക് റിംഗ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഈ ഒരു റെസിപ്പിക്ക് വേണ്ട, നമ്മൾ വീട്ടിൽ സാധാരണയുള്ള ചേരുവകളൊക്കെ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. റവ ഇതാ നമ്മളിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട്. ഇനി മീഡിയം സൈസിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ ഉടച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി, 2 ടേബിൾ സ്പൂണ്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വറ്റൽമുളകൊന്ന് ചതച്ചതിട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും റവയും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അല്പം പൊടി തൂവി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊരു കനത്തിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ റിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ എടുത്ത് മാറ്റാം. ഇപ്പം നമുക്കിതാ ഇതുപോലെ ഓരോ റിങ്ങായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ട ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാവരുത് കേട്ടോ. ഒരു മീഡിയം ചൂടിലിരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇട്ട ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് റിങ്ങൊക്കെ പൊട്ടിപ്പോവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഒന്ന് കുറച്ചും കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ചൂടൊക്കെ ക്രമീകരിച്ചിട്ട് പൊരിച്ചെടുക്കുക. അല്ലെങ്കിൽ ചൂട് കൂടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കളറ് മാറിപ്പോകും നന്നായിട്ട്. പിന്നെ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ മറിച്ച് കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് കളർ മാറ്റിയതിന് ശേഷം ഇത് കോരിയെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരുപോലെ കളറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലാവുമ്പോൾ നമുക്ക് കോരിയെടുക്കണം കേട്ടോ. ഇനിയും ഇതിൽ വെച്ചാൽ ഇത് ഒന്നും കൂടി കളറ് മാറിപ്പോവും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് തന്നെ കോരിയെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ റിംഗ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്